വ്യക്തി രണ്ടുപേര് തമ്മിൽ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും, ഓക്സിറ്റോക്സിനും ഡോപ്പമൈനൊക്കെ. ഇത് ഏതാണ്ട് ഒരു 18 മാസം വരെ ഇങ്ങനെ ഹൈ ആയിട്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇന്റിമസി ലെവലിൽ കുറച്ചുകൂടെ കുറവ് വരും. നമ്മൾ തിരിച്ചറിയണം, എവിടെയോ ആ വൂണ്ടുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളത് അട്രാക്ട് ചെയ്തതെന്നും കൂടെ തിരിച്ചറിയാം. നമുക്ക് മറ്റുള്ളവരോട് കൂടുതൽ കുറുക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. പുരുഷന് അവൻ്റെ കരിയറും ഫിനാൻസും വേണ്ടുന്ന പോലെ ഭംഗിയായി പോയില്ലെങ്കിൽ അവൻ്റെ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾക്ക് റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന പോലെ ഇല്ലെങ്കിൽ ഒരു കാര്യത്തിലും, അയാൾ ഓഡിറ്റർ ആണെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്ക് കേൾക്കണം. ഇനി മൂന്നാമത്തെ ആള് കിനസ്തെറ്റിക് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കണ്ടിട്ടും കാര്യമില്ല, കേട്ടിട്ടും കാര്യമില്ല. ഈ ആള് ഭാര്യ ഓഡിറ്ററി ആയിരിക്കാം, കിനസ്തെറ്റിക് ആയിരിക്കും, ഇയാൾക്ക് അതൊന്നും വേണ്ട. ഇയാള് എനിക്ക് പറയുന്നില്ല. നിങ്ങള് മാസ്റ്ററെ, നമ്മുടെ ഈ സാധാരണ കുടുംബ കോടതികളിലെ പ്രശ്നങ്ങൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. ഡിവോഴ്സ് വാർത്തകളാണ് മിക്കവാറും. അത് ഈ വലിയവർ, അതായത് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നവർ ഡിവോഴ്സ് ആകുമ്പോഴാണ് കൂടുതൽ ചർച്ചയാണ്. അപ്പം അതുപോലെ തന്നെ ഈ താഴേക്കിടയിൽ നിൽക്കുന്ന ആരും അറിയപ്പെടാത്ത ഒരുപാട് ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ചെറിയ നിസ്സാര കാരണങ്ങളായിരിക്കാം പലതും കൊണ്ട് എത്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾ മാറുന്ന, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ചിന്തകൾ മാറുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതെങ്ങനെ റേക്കിയിലൂടെ പരിഹരിക്കാം? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പം റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ സാധിക്കുമോ റേക്കിയിലൂടെയാണ്? അപ്പം ഞാൻ പറയാറുണ്ട്, പറ്റും. എല്ലാ റിലേഷൻഷിപ്സും ഹീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചിലത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്ത് പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ച് പോകുമ്പോഴാണ്. ചിലത് വെട്ടിമുറിച്ചേ മതിയാവുള്ളൂ. ചില റിലേഷൻഷിപ്പ് അതിൽ മാറ്റമൊന്നുമില്ല, നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ല. ചിലത് ഒട്ടും പറ്റത്തില്ല. അതായത് നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. കാര്യം രണ്ടുപേർക്കും അവരവരുടേതായ ജീവിതമുണ്ട്. ചിലപ്പോൾ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും. രണ്ട് നല്ല വ്യക്തികളാണ്, വ്യക്തിതലത്തിൽ നല്ല വ്യക്തികളാണ്, പക്ഷേ എന്തുകൊണ്ട് അവരുടെ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇപ്പം നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നമുക്ക് മറ്റൊരാളെയും നന്നാക്കാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മളിനുള്ളിൽ നല്ല ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സ്വയം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഉള്ളിൽ മാറ്റം വരുമ്പോഴത്തേക്ക് നമ്മളുടെ പുറം ലോകത്തിൽ മാറ്റം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ റിഫ്ലക്ഷൻസ് മാത്രമാണ് നമ്മുടെ ഔട്ടർ വേൾഡ്. അപ്പോൾ നമ്മളോടൊരു വ്യക്തി ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എവിടെയോ ആ വൂണ്ടുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളത് അട്രാക്ട് ചെയ്തതെന്നും കൂടെ തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ആ വൂണ്ട്, ആ മുറിവിനെ നമുക്ക് ഹീൽ ചെയ്യാം. വൺസ് നിങ്ങളത് വൂണ്ട് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളുടെ ഇന്നർ വേൾഡ് മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ ഔട്ടർ വേൾഡ് എക്സ്പീരിയൻസിലും മാറ്റം ഉണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ തന്നെയാണോ നമ്മുടെ ഈ ഇന്നർ വേൾഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്? ചിന്തകൾ മെയിനായിട്ടുള്ളത് ഒരു കാരണമാണ് നമുക്ക് ചിന്തകൾ. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്സ് എല്ലാം ഹാർട്ട് സെൻറ്ററായി ബന്ധപ്പെട്ടാണ്. ഹാർട്ട് ചക്ര അല്ലെങ്കിൽ അനാഥ ചക്രം ബന്ധപ്പെട്ടിട്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആ ചക്ര എങ്ങനെ പ്രവർത്തിക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ. ഓക്കെ, നമ്മുടെ അനാഥ ചക്രം, ദ അൺസ്ട്രക്ട് ചക്ര എന്നാണ് പറയുക. നമ്മുടെ എല്ലാ ബന്ധങ്ങളും അനാഥ ചക്രം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. എനിക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നത്, മറ്റൊരു വ്യക്തിക്ക് എന്നോട് സ്നേഹം തോന്നുന്ന എല്ലാം ഈ അനാഥ ചക്രത്തിൻ്റെ പ്രവർത്തനം മൂലമാണ്. അതോടൊപ്പം ഈ അനാഥ ചക്രമാണ് നമ്മുടെ ഫോർഗീവ്നെസ്. ഒരാളോട് ക്ഷമിക്കാനുള്ള കഴിവ് വരുന്നത് ഈ അനാഥ ചക്രമാണ്. ഇപ്പോൾ റേക്കിയിൽ നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചക്ര തന്നെയാണ് അനാഥ ചക്രം. അനാഥ ചക്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് കൂടുതൽ കുറുക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. പിന്നെ കുറെ കൂടെ കമ്പാഷനേറ്റ് ആവും. നമുക്ക് ഒരുപാട് നമ്മളുടെ ഉള്ളിൽ സ്നേഹം നിറയും. നമ്മളുടെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ ഒബ്വിയസ്ലി അതിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആകും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ദൃഢമാകും. ഓക്കെ, ഇതിന് ഇടയിൽ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം സാധാരണ പണ്ട് പ്രണയിച്ച് മരം ചുറ്റിയൊക്കെ നടന്നു, ലെറ്റേഴ്സ് കൊടുത്ത പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പോഴും പ്രണയത്തിന് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. എന്നാലും പ്രണയിക്കുമ്പോൾ ഭയങ്കര സ്നേഹം. കാമുകി ഒരു നിമിഷം കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ത്യാഗം സഹിച്ച് നമ്മൾ അവിടെ എത്തും. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ആരെതിർത്താലും നടക്കില്ല. തിരിച്ചും അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. പക്ഷെ അവരുടെ ഒരു കല്യാണം കഴിഞ്ഞു, അവർ ആദ്യത്തെ 1 മാസമോ 2 മാസമോ ഒക്കെ ഇങ്ങനെ പോകുന്നു. അത് കഴിയുമ്പം അവരുടെ ഇപ്പം ജോലി തിരക്കുകൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇവർ അതിലോട്ട് കോൺസെൻട്രേഷനായി അങ്ങ് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എപ്പോഴെങ്കിലും അവർ ഒരുമിച്ചിരിക്കുന്ന പഴയ ഒരു ഓർമ്മയില്ല. പക്ഷേ നമ്മൾ മിഥുന സിനിമയിൽ ഉർവശി മോഹൻലാൽ എന്ന് പറയുന്നത്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ആ ലെറ്ററൊക്കെ കണ്ടില്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇപ്പോൾ കല്യാണം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നത്. അങ്ങനൊരു ചിന്തയിലേക്ക് മനുഷ്യനെത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് ശരിക്കും നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാര്യം പ്രീ മാരിറ്റലായിട്ടുള്ള നമ്മൾ കൗൺസിലിംഗ് വേണം. ഒരിക്കലും ലവ് ലൈഫ് അല്ല മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ സയൻറ്റിഫിക്കലി പറയുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു വ്യക്തി രണ്ടുപേര് തമ്മിൽ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും, ഓക്സിറ്റോക്സിനും ഡോപ്പമൈനൊക്കെ. ഇത് ഏതാണ്ട് ഒരു 18 മാസം വരെ ഇങ്ങനെ ഹൈ ആയിട്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും.
ഇത് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ ആകുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ഇന്റിമസി ലെവലിൽ കുറച്ചുകൂടെ കുറവ് വരും. ഓക്കെ, ഇനി തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഒരു പുരുഷന് വേണ്ടുന്നതല്ല സ്ത്രീക്ക് വേണ്ടുന്നത്. ഓക്കെ, സ്ത്രീക്ക് എപ്പോഴും അവർക്ക് കെയറിങ് വേണം, ഒരു നർച്ചറിങ് വേണം, അവർക്കൊരു സപ്പോർട്ട് വേണം, അവർക്ക് ബലമായി നിൽക്കണം. പുരുഷന് ഇത് ഇപ്പം ഇതിന് ലവ് ലാംഗ്വേജസ് എന്നാണ് പറയാറ്. ഓക്കെ, 5 types ഓഫ് ലവ് ലാംഗ്വേജസ് എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളും ഈ ലവ് ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പുരുഷന് വേണ്ടുന്നത് വെച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും വേണ്ടുന്നത് വെച്ചാൽ അവർക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് വേണ്ടുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭാര്യയിൽ നിന്ന് പലപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന സപ്പോർട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പം ഒരു വ്യക്തിക്ക് ഇനി പുരുഷന്റെ വേറെ ഒരു കാര്യം പറഞ്ഞാൽ പുരുഷന് അവന്റെ കരിയറും ഫിനാൻസും വേണ്ടുന്ന പോലെ ഭംഗിയായി പോയില്ലെങ്കിൽ അവന്റെ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന പോലെ ഇല്ലെങ്കിൽ അവർ ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, രണ്ട് കെമിസ്ട്രിയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. ഈ രണ്ടുപേരും ഇതൊക്കെ മനസ്സിലാക്കണം അല്ലേ? രണ്ടുപേരും ഇത് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോഴും അതിന് ഇന്ന് നമുക്ക് റിയാലിറ്റി എന്ന് പറയാം. ചിലപ്പോൾ അവർ റിയാലിറ്റി ജീവിക്കുന്നു. പണ്ടത്തെ കാര്യങ്ങൾ റിയാലിറ്റി അല്ലാതെ നമ്മളൊരു കുറേ മനസ്സിൽ കൂട്ടി വെച്ച കുറേ സ്വപ്നങ്ങളുടെ ജീവിക്കുന്നു. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ സാമ്പത്തികം പ്രശ്നം, വീട്, തീർച്ചയായിട്ടും ഇത് രണ്ട് വ്യക്തികളും തിരിച്ചറിയണം. ഓക്കെ, ഭാര്യയ്ക്ക് എന്താണോ വേണ്ടുന്നതെന്ന് പുരുഷനും ഭർത്താവും, ഓക്കെ, ഭർത്താവിന് എന്താണ് വേണ്ടുന്നതെന്ന് ഭാര്യയും അവർക്ക് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗും ആവശ്യമാണ്. ഇത് തിരിച്ചറിയുമ്പോൾ കുറെ കൂടെ സ്മൂത്താണ്. പരസ്പരം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇന്ന ആൾ ഇങ്ങനെയാണ്. ഓക്കെ, ഒരാൾക്ക് എന്താണ് വേണ്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ലവ് ലാംഗ്വേജ്. ഇപ്പോൾ അതായത് നമ്മൾ വാക്കോഗ് എന്ന് പറയും, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി, ജസ്റ്റേറ്ററി. ഓക്കെ, ഇതിൽ വാക്ക് നമുക്ക് എടുക്കാം, വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക്. ഓക്കെ, ചിലര് വിഷ്വൽ ആയിരിക്കും, അവർക്ക് കാണണം. ഓക്കെ, ഇപ്പൊ താങ്കൾ വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കാണണം, സ്നേഹം കാണണം, മനസ്സിലായില്ലേ? അത് വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെ കാണണം, അത് കാണണം. മറ്റൊരു വ്യക്തിക്ക് അയാൾ ഓഡിറ്റർ ആണെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അയാൾക്ക് കേൾക്കണം, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് കേൾക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ആള് കിനസ്തെറ്റിക് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കണ്ടിട്ടും കാര്യമില്ല, കേട്ടിട്ടും കാര്യമില്ല, ഈ ആള് ഇദ്ദേഹത്തിന് അടുത്ത് വന്നിരുന്ന് എപ്പോഴും ടച്ച് ചെയ്ത ഒരു കിനസ്തെറ്റിക് കണക്ഷൻ എപ്പോഴും വേണം, ടച്ച് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇപ്പുറത്തെ ആളത് തിരിച്ചറിഞ്ഞ് ആ സാധനം കൊടുത്താൽ മാത്രമാണ് ഈ മുന്നിലിരിക്കുന്ന വ്യക്തിയിൽ മനസ്സിലാവുള്ളൂ ഇദ്ദേഹം അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായിരിക്കും, അയാൾ ചിലപ്പം വിഷ്വൽ ആയിരിക്കും, അയാൾ ഡെയിലി ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുത്തോണ്ടിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ആ ഭാര്യ ഓഡിറ്ററി ആയിരിക്കാം, കിനസ്തെറ്റിക് ആയിരിക്കും. ഇയാൾക്ക് അതൊന്നും വേണ്ട. ഇയാള് എനിക്ക് പറയുന്നില്ല, നിങ്ങൾ ഒരിക്കലും എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കും. കാര്യം അവർക്കത് കേൾക്കണം, എന്നാലേ അവർക്ക് തോന്നുകയുള്ളൂ ഈ വ്യക്തി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതെല്ലാം ഈ റിലേഷൻസ് ഓക്കെ. ഇപ്പോൾ ബെഡ്റൂം റിലേഷൻ, ഇപ്പോൾ സെക്സ് എന്നുള്ള സംഭവം പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട്. അവർ സെക്സ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ശാരീരിക ബന്ധം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മറ്റൊരു കാരണമായിട്ട് വരികയില്ല. ഇതാകുമ്പോഴാണല്ലോ പൂർണ്ണമായിട്ട് ഇവർ പിരിയുന്ന ഒരു അവസ്ഥയിൽ വരുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഫാക്ടേഴ്സാണ്. നമുക്ക് ഒരു കാര്യം മാത്രമല്ല, ഇവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ ഓക്കെ, നമ്മൾ ഈ ഇൻറ്റിമസി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇൻറ്റിമസി ഒരു കെമിസ്ട്രി എന്ന് പറയത്തില്ലേ, അത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ റേക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് മാനസികമായ തലത്തിൽ ഇമോഷണൽ തലങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ഒരുപാട് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്, അവരുടെ ഫാമിലി എല്ലാം സൂപ്പറായിട്ട് പോകുന്നു. ഒരുപാട് സൂപ്പറൊന്നും അല്ലെങ്കിലും ഒരുവിധം മനസ്സിലാക്കി പോകാൻ സാധിക്കുന്നു, മനസ്സിലാക്കി പോകാൻ പറ്റുന്നുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ചിന്തകളും കാര്യങ്ങളും ഒക്കെയാണ് പലപ്പോഴും. ചില ബന്ധുക്കളുണ്ട് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. ശരിക്കും എപ്പോഴും എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ഇതിന്റെ പ്രൊഫഷണൽസുമായിട്ട് സംസാരിക്കുക. അതാണ് ഏറ്റവും വേണം. കാര്യം പല ആൾക്കാർക്ക് പല അഭിപ്രായമാണ്. എൻ്റെ സുഹൃത്താണ്, എനിക്ക് വേണ്ടിയില്ല അയാൾ സംസാരിക്കുള്ളൂ. ഇപ്പോൾ ഭാര്യയുടെ സുഹൃത്താണെങ്കിൽ ഭാര്യയുടെ അവർക്ക് വേണ്ടി സംസാരിക്കാം, അമ്മമാരായിരുന്നില്ല അച്ഛന്മാരായിരുന്നു, അങ്ങനെ തന്നെയാണ്. ഒരു തേർഡ് പേഴ്സൺ, ഒരു പ്രൊഫഷണൽ വേണ്ടി സംസാരിക്കില്ല. പ്രൊഫഷണൽ കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് വ്യക്തം ഒരു തേർഡ് പേഴ്സൺ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്, അപ്പം കാര്യങ്ങൾ കേട്ട് മനസ്സിലാവും. അപ്പം എന്താണ് അതിന് വേണ്ടുന്ന ഒരു സൊല്യൂഷൻ എന്നുള്ളത് ആ പ്രൊഫഷണലിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എപ്പോഴും അതായിരിക്കും നല്ലത്. തീർച്ചയായും ഇതിൽ ഈ കുടുംബങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് അങ്ങനെ അടുത്ത് ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ വരുന്നുണ്ടല്ലേ?
വരുന്നുണ്ട്, ഹീൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. വലുതായിട്ട് ഞാൻ ഹീലിങ്സ് ഒന്നും എടുക്കാറില്ല. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഹീലേഴ്സ് ഉണ്ട്, അവരെയാണ് ഏൽപ്പിക്കാറ്. ഞാൻ പഠിപ്പിക്കുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ പഠിപ്പിക്കുന്നത്. കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരാൾ പഠിച്ചാൽ, ഇപ്പോൾ താങ്കൾ പഠിച്ചാൽ താങ്കളൊരു അസറ്റാണ്. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കളെ അറിയാവുന്നവർക്കും ഈ ലോകത്തിനും താങ്കളൊരു അസറ്റായി മാറുകയാണ്. ഒരു ചെറിയ കാര്യമില്ല. അപ്പം ഞാൻ ഇങ്ങനെ അസറ്റ്സ് ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പരമാവധി ആളുകളിലേക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ വരട്ടെ. ശിഷ്യഗണങ്ങൾ നമ്മളിനി അടുത്ത പ്രാവശ്യം ഇരിക്കുമ്പോഴത്തേക്കും ഈ 1300 5000 ആവട്ടെ. 10,000 ഒക്കെ ആവട്ടെ. അങ്ങനെ ആവട്ടെ. താങ്ക് യു സോ മച്ച്.